രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് NLC ഇന്ത്യ ലിമിറ്റഡ്. NLC ഇന്ത്യ കഴിഞ്ഞ ദിവസം 4% ഉയർന്ന് 286 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 40,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 19.71, ഡിവിഡൻഡ് ഈൽഡ് 1%, 52 വീക്കിലോ 116, 52 വീക്ക് ഹൈ 311. 2030 NLC ഇന്ത്യ അതിൻ്റെ റിന്യൂവബിൾ എനർജി ജനറേഷൻ 10 ജിഗാവാട്ടായി ഉയർത്താൻ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് കോൾ അനൗൺസ്മെൻറ്റ് നടത്തുകയും ചെയ്തു. കമ്പനിയുടെ ഇപ്പോഴത്തെ റിന്യൂവബിൾ എനർജി ജനറേഷൻ 1.4 ജിഗാവാട്ടാണ്. ഇതിനെ 4 മടങ്ങായി ഉയർത്തുക എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്ക് മുന്നിലുള്ളത്. NLC ഇന്ത്യ എന്ന കമ്പനിക്ക് റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് ഫ്രീക്വൻ്റ്ലി ഓർഡറുകളും ലഭിക്കുന്നു. റീസെൻ്റ്ലി തെലങ്കാന സ്റ്റേറ്റ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുമായി ചേർന്ന് 200 മെഗാവാട്ട് സോളാർ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി 25 വർഷത്തെ പവർ യൂസേജ് എഗ്രിമെൻറ്റിൽ കമ്പനി ഒപ്പുവയ്ക്കുകയും ചെയ്തു. NLC ഇന്ത്യ എന്ന കമ്പനി പുതിയ 2 സബ്സിഡറികൾ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. NLC ഇന്ത്യ റിന്യൂവബിൾ ലിമിറ്റഡ്, NLC ഇന്ത്യ ഗ്രീൻ എനർജി ലിമിറ്റഡ് തുടങ്ങിയ സബ്സിഡറി കമ്പനികൾ. ഈ സബ്സിഡറി കമ്പനികളുടെ സഹായത്തോടു കൂടിയാണ് 2030 10 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി എന്ന ടാർഗറ്റിലേക്ക് കമ്പനി എത്തുക. ഇവിടെ കമ്പനിയുടെ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ സോളാർ വിൻഡ് പ്രോജക്റ്റ്, എനർജി സ്റ്റോറേജ് സിസ്റ്റം, ഗ്രീൻ ഹൈഡ്രജൻ, പമ്പ് ഹൈഡ്രോ പ്രോജക്റ്റ് തുടങ്ങിയ പല പ്രോജക്റ്റുകളും നമ്മൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ കമ്പനിക്ക് ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയും ചെയ്തു. 2015 മുതൽ റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് കടന്ന ഈ കമ്പനിക്ക് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ഒരു ഫോട്ടോ വോൾട്ടായിക് പവർ പ്ലാന്റുമുണ്ട്. ഇനി NLC ഇന്ത്യ എന്ന കമ്പനിയുടെ പവർ പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിച്ചാൽ 1380 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റുകളിൽ നിന്നും 51 മെഗാവാട്ട് വിൻഡ് പവർ പ്ലാന്റിൽ നിന്നുമാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. 1234 കോടി യൂണിറ്റ് ഗ്രീൻ എനർജി കമ്പനി ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. NLC ഇന്ത്യ എന്ന സ്റ്റോക്ക് ടെക്നിക്കലിയും വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. സ്റ്റോക്ക് 292 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ പരിഗണിക്കാം. 292 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 300, 320, 330 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ടാറ്റ മോട്ടോഴ്സ് 989 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1179, 52 വീക്കിലോ 608, 3.65 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 8.5. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 25% റിട്ടേൺ നൽകുകയും ചെയ്തു. 9,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ കാർ ആൻഡ് SUV സെഗ്മെൻറ്റിൽ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് തമിഴ്നാട്ടിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ തമിഴ്നാട്ടിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്ലാന്റിൽ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെയും ടാറ്റ മോട്ടോഴ്സിൻ്റെയും വെഹിക്കിളുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതുവഴി ഇന്ത്യൻ മാർക്കറ്റിലെയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെയും റിക്വയർമെൻറ്റ്സ് കമ്പനിക്ക് ഫുൾഫിൽ ചെയ്യാനും സാധിക്കും. ഇവിടെ കമ്പനിയുടെ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2,50,000 എന്ന ലെവലിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. വരുന്ന 5 മുതൽ 6 വർഷത്തിനുള്ളിലായിരിക്കും ഈ പ്ലാന്റ് പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങുക. ഏകദേശം 5000-ഓളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പ്ലാന്റ് 100% റിന്യൂവബിൾ എനർജി വഴിയായിരിക്കും പ്രവർത്തിക്കുകയും ചെയ്യുക. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് 3,203 കോടിയിൽ നിന്നും 5,556 കോടിയിലേക്ക് ഉയർത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 5.7% വർദ്ധിച്ച് 1,01,528 കോടിയിൽ നിന്നും 1,07,316 കോടിയായി ഉയർത്തുകയും ചെയ്തു. കമ്പനി SUV സെഗ്മെൻറ്റിൽ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ ഫ്രീക്വൻ്റായി ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1000 എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്ക് 1050, 1100 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.